ഹലോ, ഹലോ. നീ സിറ്റി വരുവാടാ? ഞാൻ വരുന്നേ, ഇപ്പൊ വരുന്ന. ഓക്കെ. ആ ഹലോ 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 ഹലോ, ആരാ ഇത്? എന്താണ് ബ്രോ? ഹലോ കുട്ടിക്ക് ലിഫ്റ്റ് തരോ? ലിഫ്റ്റ് തരുമോ? ഹലോ, പ്ലീസ് കം, ഐ കാൺ സീ. സത്യോ? ഒരു പോക്കിൽ പിന്നെ 5000. പൈസ കാണുമല്ലോ. ഞാൻ കൊടുത്തു ടോളൊക്കെ കൊടുത്തു. 5000 വാരി എറിഞ്ഞു. കുഴപ്പമില്ല, ടോളല്ലേ. ദർശന ഇപ്പൊ സിറ്റിയില് വന്നിട്ട് ഇപ്പൊ എത്ര ദിവസം? 2 ദിവസം അല്ലേ? കുറച്ച് ദിവസം 1 വീക്ക് ആയില്ല. 1 വീക്ക് ആയില്ലേ? ഓക്കെ ഓക്കെ. ദർശന സിംഗിൾ അല്ലേ? ഓ അതെ. സത്യം. ഹലോ, ഹലോ. നീ സിറ്റി വരുവാടാ? ഞാൻ വരുന്നേ, ഇപ്പൊ വരുന്ന. ഓക്കെ ആ ഓക്കെടാ. ഗൈസ് ഒരു മിനിറ്റ്. ഞാൻ AFK കിക്കാന്ന് തോന്നട്ടാ. ലാസ്റ്റ് ലൊക്കേഷൻ 31 PL. അയ്യോ മിനു, അയ്യോ ഇത് നോക്കുക ഗൈസ്, എന്റെ അമ്മോ. ഓ അമ്മോ, ഇത് എന്തത്? ഓയ്യോ. ബ്രോ ലിഫ്റ്റിലാണോ? ഹലോ 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 ഹലോ, ആരാ? ഹലോ കുട്ടി കേക്കോ? ഹലോ ബ്രോ. ഇതാര്? എന്താണ് ബ്രോ? ഹലോ കുട്ടി ലിഫ്റ്റ് തരോ? ലിഫ്റ്റ് തരുമോ? ഹലോ ഹലോ, കുട്ടി കേക്കോ? ഹലോ 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 കുട്ടി. എടാ എന്റെ പി എഴുതുന്ന എനിക്ക് ആൾക്കാരെ കാണാത്തെ. ഹലോ ബ്രോ, പേരെന്താ? കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ ഞാൻ പറയുന്നത് കേക്കാവോ കുട്ടി? ഹലോ ഹലോ കുട്ടി കേക്കാവോ? സൗണ്ട് കുറച്ച് കുറവാണ്. ഹലോ, ആ കേക്കുന്നില്ല. കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ ആ ഹലോ കേക്കാം. എന്റെ കുറവാണ് ബ്രോ സൗണ്ട്. എടാ ഇതെന്താ ഇങ്ങനെ? ഹലോ ഹലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഹലോ, മിയ ആ അല്ലേ പേര്? കേക്കുന്നു. ആ മിയ മിയ മിയ. ആ ആ ഇതാരാ? എന്റെ പേര് ഷിൻഡോ. അവിടുന്ന് പരിചയപ്പെട്ട ഓർമ്മല്ലേ? ആ ഓക്കെ ഓക്കെ. ഇപ്പൊ കേക്കാവോ ഞാൻ എന്താ പേര് പറയുന്നത്? ബ്രോന്റെ? എന്റെ പേര് ഷിൻഡോ. ഷിൻഡോ. ഇപ്പൊ കേക്കാവോ ഞാൻ പറയുന്നേ? ഹലോ ഓ കേക്കാം കേക്കാം കേക്കാവോ? കേക്കാലോ. കേക്കാം കേക്കാം. കറക്റ്റായിട്ട് കേക്കാവോ? എല്ലാം കേക്കാവോ? ആ കേക്കാം കേക്കാം. പക്ഷെ സൗണ്ട് കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. സൗണ്ട് കുറച്ച് കുറവാണ്. ഹലോ കേക്കാവോ? ഹലോ, ഓ മതി മതി. ശരി ശരി ശരി. എനിക്ക് നിങ്ങളെ ആരെ കാണുന്നില്ല. ഹലോ കോച്ച്. ഇവിടെ ഗൈസ് ഞാനത് മിനിമൈസ് ചെയ്ത് വെച്ചിരുന്നോണ്ടാന്ന് തോന്നുന്നു. PL കൂടും. ഞാൻ ഒന്ന് പെട്ടെന്ന് കയറട്ടെ. അയ്യോ ഒരു സെക്കൻഡ്. ഇറങ്ങി കയറാം. ബഗ് ആയതാ. ഇന്ന് ലേറ്റ് നൈറ്റ് കൂത്താട്ടം കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളേ. കുറച്ചു നേരം ഞാൻ ഉണ്ടാകും ഇവിടെ. ഞാൻ അപ്പോഴത്തേനും ഒന്ന് മുള്ളിട്ട് വരട്ടെ. ഒരു സെക്കൻഡ് സമയം തരും എനിക്ക്. ഇത് ലോഡാവുന്ന നോക്കട്ടെ, എന്നിട്ട് പോവാം. അല്ലെങ്കിൽ ഇതാവും. ചാറ്റൊന്ന് ചില്ലായിരുന്നു. നീയൊക്കെ ഒന്ന് ചില്ല അടക്കുന്നേ. എല്ലാത്തിനെയും ഞാൻ പിടിച്ചങ്ങ് അടിക്കണം. ഇവനെയൊക്കെ ചപ്പാത്തി വരത്തുന്ന കല്ലിലെടുപ്പ് വരത്തണം. ഞാൻ ആ സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ? കണ്ട, അത് താഴെ വരെ ഉണ്ടത്. താഴെ വരെ കണ്ട. അയ്യോ ഇൻഫ്ലുവൻസർ
ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട് മുള്ളാൻ. ആ ഇവനൊക്കെ അവളെ വർത്താനം തിരിച്ചു വന്നിട്ട് അയ്യോ ഫ്ലാഷ് ഓഫ് ചെയ്യട്ടെ. വന്നല്ലോ വന്നല്ലോ വന്നല്ലോ. ഫോൺ എന്തിനാന്ന് എന്നാലും കൊണ്ടുപോയെന്നോ? എടാ അത് ഞാൻ വെളിയിലത്തെ ബാത്റൂമിൽ പോവാ, അവിടെ വെട്ടമില്ലടാ, അവിടുത്തെ ലൈറ്റ് അടിച്ചു പോയി, അപ്പൊ ഫ്ലാഷ് വേണം, മനസ്സിലായോ? ഇവിടെ സിറ്റിയിൽ മഴയൊക്കെ ഉണ്ടോ? ഗ്രാഫിക്സ് കൂട്ടാൻ പറയാമോ? ചൂടുള്ളോ ഗ്രാഫിക്സ്? ഇനി കൂടുതൽ ഇനി കൂടുതൽ ഇല്ല. ഇത് GTA എക്സ്ട്രീം ഗ്രാഫിക്സിലാ കളിക്കുന്നേ. ബേബി ഉറങ്ങിയോ? ബേബി ഉറങ്ങി. താഴെ വരെയുള്ള സാധനം കണ്ടില്ല നിന്ന് കുണ്ണായി. ഞാൻ മറ്റേ ബാക്കി ഇരിക്കുന്ന ലൈറ്റിനെ പറ്റിയാ പറഞ്ഞത്. അവിടെ നിക്കോണില്ലേ? അവനുണ്ട്. അവൻ നിക്കോൺ ഉണ്ടെങ്കിൽ എന്താ, എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമ്പോ അവൻ മൂത്രമൊഴിക്കുവോ? അല്ലേ അവന്റെ വർത്താനം. 17 Pro ഇവിടെ ഇരിപ്പുണ്ടോ? അതാ ഇവിടെ ഇരിപ്പുണ്ട്. ഫോണിലെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്തില്ല. നാളെ എറണാകുളത്ത്, ഞാൻ നാളെ തൃശ്ശൂര് പോകുന്നുണ്ട് മറ്റന്നാ പരിപാടിക്ക്. അപ്പൊ ഐഫോൺ 4BS കൊടുക്കണം. ഹലോ സോറി കേട്ടോ. എന്താ ഇവര് കേക്കാവോ? ഹലോ 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 കേക്കാം. എനിക്ക് കേക്കാം. പറഞ്ഞോ. അത്രേ ഉള്ളൂ. ഞാൻ അവിടെ തട്ടിയായിരുന്നു, ഒരു സോറി പറയാൻ വന്നതാ. കുഴപ്പമില്ല. എങ്ങടേലും പോവാൻ നിക്കാണോ? ആ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവായിരുന്നു. ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് പോവാ. അതേ വന്നു കോച്ച്. കോച്ച് എനിക്ക് ആരും കാണുന്നില്ല കോച്ച്. ഇല്ല എനിക്ക് ആരും കാണുന്നില്ല. അയ്യോ ഇതെന്താ? കാണാവോ? ആരും കണ്ടൂടാന്ന് തോന്നുന്നുണ്ട് കോച്ച്. എക്സ്റ്റൻഡ് ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഡഡ് മറ്റേ ടെക്സ്ചർ ഒന്ന് കൂട്ടിയിട്ട് നോക്കിയേ, കുറച്ചും കൂട്ടിയിട്ട്. അടിച്ചു പോയല്ലേ? ഹലോ എടാ എക്സ്റ്റൻഡ് ടെക്സ്ചർ പഠിച്ചിട്ടില്ല, അതിന്റെ അല്ല. ഈ ബഗ് ഒരുപാട് പേർക്കുണ്ട്. ആണോ? ഹലോ അത് ഹെൽത്ത് കുറവായ കാരണം കുഴഞ്ഞു വീഴുന്നത്. ഹെൽത്ത് കുറവാ? എനിക്ക് ഹെൽത്ത് ഒന്നും ഒരു കുഴപ്പമില്ല. 100% ഹെൽത്ത്, 84% ഷീൽഡും. ഇത് കണ്ട യുവർ ഇതെന്താ ഇങ്ങനെ? ഹലോ സൗണ്ട് ഓക്കെ ആയോ? ഹലോ ബ്രോഡ് സൗണ്ട് കേക്കാം. പേരെന്തേന്ന് പറഞ്ഞേ? അത് പോയോ? ഹെൽപ്പ് പോയോ? ടെസ്ല ഷെൽഫിലിട്ട് പോയോ? എടാ ഇതെന്താ ഇങ്ങനെ? ഹലോ അത് ഓടല്ലേ അണ്ണ, ഓടല്ലേ. പേരെന്താ ബ്രോ? എനിക്ക് ആരെ കാണുന്നില്ല, ഞാൻ ഇതൊന്ന് ഫിക്സ് ചെയ്തോണ്ടിരിക്കും. 1 മിനിറ്റ്, ഇപ്പൊ വരാവേ. എടാ ഇതെന്താ ചാടാൻ പറ്റണില്ല. റിപ്പോർട്ടാണോ? പ്ലീസ് കം, ഐ കാൺട്ട് സീ എനിവൺ. I can't see anyone. Please come and ഷീൽഡ് അടിക്കുക. സ്റ്റാമിന കുറവാണോ നോക്ക് താഴെ. അല്ലടാ അതൊക്കെ സ്റ്റാമിന കുറവ് വരുന്നത്. ഇതാ ബാക്കി സിറ്റിയിലെല്ലാം കാണാം, വണ്ടി കാണാം, ആൾക്കാരെ മാത്രം കാണുന്നില്ല.
ഇത് ഇങ്ങനെയൊക്കെയാണെ വാറൊക്കെ എങ്ങനെ കളിക്കും? ഇങ്ങനെ ചാടി ചാടി പോകുന്ന എങ്ങനെയാ? യു ആർ ടു ഇഞ്ചുവേർഡ് ടു അറ്റംപ്റ്റ് ജമ്പ്. ലെങ്സ് ആൻഡ് സ്റ്റാമിന നോക്ക്. 58-50. അപ്പൊ സ്റ്റാമിന കുറവുള്ളപ്പോ ജമ്പ് ചെയ്യാൻ പറ്റൂലേ? വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ്. എന്താ അത്ര റിയലിസ്റ്റിക് സാധനം വേണോ? ഇവിടെ ആരും അഡ്മിൻസ് ഒന്നും വരൂല്ലടേ. ഇവിടെ അഡ്മിൻസ് ഒന്നും വരൂല്ല കേട്ടാ. ഇത് ശോകാവല്ലോ. ഹലോ റെഡി ആയോ? ഇല്ല ബ്രോ, ഫിക്സ് ചെയ്തോണ്ടിരിക്കണ. ഞാൻ വെയിറ്റ് ചെയ്യണം, അഡ്മിൻസ് ആരും വന്നില്ല. ആണോ? ഈ സെറ്റിംഗ്സിൽ ഗ്രാഫിക്സിൽ ഒരു സംഭവം ഉണ്ട്, അതൊന്ന് ഓണാക്കി നോക്കൂ. അല്ല എക്സ്റ്റൻഡഡ് ബഡ്ജറ്റ് അല്ല ബ്രോ, അത് ഞാൻ നോക്കി. ആണോ? അത് ചിലവർക്ക് ആ പ്രശ്നമുണ്ട്. അവിടൊക്കെ ആ ഭാഗത്തൊക്കെ ആ പ്രശ്നം വരുന്നുണ്ട്. ആണല്ലേ? അത് എന്താന്നറിയില്ല. എല്ലാവർക്കും ലോ ഗ്രാഫിക്സ് റിപ്പോർട്ട് ചെയ്തായിരുന്നു. റിപ്പോർട്ട് ചെയ്തായിരുന്നു. അത് പോരായിരിക്കും. ഓക്കെ, ഒരു വണ്ടി എടുത്ത് ഇവിടെ നിന്നൊന്ന് മാറി നോക്കാം. ഹലോ 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 കുട്ടി കേക്കാവോ? എന്നാ T47 72 കില്ല്. 72 കില്ലോ എവിടെ? ഹലോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടേക്കോടാ. ഇത് മറ്റേ ഹസാർഡ് ലൈറ്റാ ടൂർണമെന്റില്. നമ്മുടെ കളി ഇനി മറ്റന്നാൾ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇൻഫ്ലുവൻസർ അല്ല മറ്റേ ബ്രോ. ഇൻഫ്ലുവൻസർ സെലക്ട് ചെയ്തിട്ടല്ലേ ബ്രോ ഇതാണ്ട് ഇപ്പൊ എനിക്ക് ഒന്നും ലോഡാവണില്ല ഇവിടെ. ഹലോ ഹലോ, എന്നെ ഒന്ന് മുതുക്ക് വരെ ഡ്രോപ്പ് ചെയ്യോ? ഓ കാണുന്നില്ല, എന്നാലും കയറിക്കോ. ആണല്ലേ? എന്താ പേര്? എന്താ? എന്റെ പേര് പരിന്തോസ്. അല്ലേ? അതെ ആണല്ലേ? അതെ. എടാ എനിക്ക് ഡ്രൈവറിനെ കാണുന്നില്ല. കത്തുമ്പോ പറയണേ. ഓ നമ്മളപ്പാപ്പനുണ്ട് അവിടെ? ഇല്ല അപ്പാപ്പൻ വന്നിട്ടില്ല. ഓ, സർവർ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങേര് പോയി. ഓക്കെ. നമ്മുടെ വണ്ടി ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണോ അതോ നിർത്തിയിട്ടേക്കാണോ? താങ്കൾക്ക് ലോഡാവത്തോണ്ട് നമുക്ക് ലോഡാവുന്നില്ല. എനിക്ക് ലോഡാവാത്തോണ്ട്. ഒന്ന് വണ്ടിന്ന് ഇറങ്ങി. പറഞ്ഞാ മതി. അതല്ല, ഇപ്പൊ ലോഡാവുന്നുണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇത്രേ ഉള്ളൂ. സിറ്റിയിൽ ലോഡാവാത്ത തിരിച്ചു വന്നാൽ പിന്നെ എന്ത് മാസം. ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ട് ഒന്നുകൂടെ കയറട്ടെ.
ഈ വണ്ടിക്ക് തുറക്കാൻ അടക്കാനും പറ്റണ്ടില്ല. ഗ്രാഫിക്സ് കുറക്കട്ടെ. പക്ഷെ ഗ്രാഫിക്സിന്റെ അല്ല ഗൈസ് ഇത്. ഗ്രാഫിക്സിന്റെ അല്ല ഇത്. മറ്റേ പേരെന്തുവാ? ഇത് വേറെ എന്തോ ആണ്. ഡിസ്റ്റൻസ് സ്കെയിലിംഗ്. അത് എന്തായിരുന്നു? പറ്റില്ല. കോസ്റ്റ് എഫക്ട്സ്, എക്സ്റ്റൻഡഡ് ഡിസ്റ്റൻസ് സ്കെയിലിംഗ്. ഇതാണോ? ഇതൊന്നും ഒന്നുമില്ലല്ലോ. ഇതൊന്നുമല്ല. അല്ല ഇപ്പൊ സിറ്റീസ് ആണോ? നമുക്ക് ഒന്നുകൂടെ നോർമൽ ആയിട്ടെ ഒന്നുകൂടെ അതൊന്ന് കയറി നോക്കാം. എല്ലാവർക്കും ഈ പ്രശ്നമാണ് അണ്ണാ? ആണോ? ഞാൻ വി സിയിലൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ സപ്പോർട്ട് വി സി ഇല്ലേ? സപ്പോർട്ട് വെയിറ്റിംഗ്. ബഗ്ഗാണ്. ഇറങ്ങി കയറണം. രണ്ടു വട്ടം ഇറങ്ങി കയറിയടാ. ഇപ്പൊ എന്താന്ന് അറിഞ്ഞൂടാ. എല്ലാരും തെറിയും വിളിച്ച. ഹലോ ഹലോ എന്ത് പറ്റി? ബ്രോ എനിക്ക് സിറ്റിയിൽ ആരും കാണുന്നില്ല. ഇൻവിസിബിൾ ആയിട്ട് കാണിക്കുന്നത്? ഞാനും ഇൻവിസിബിൾ ആണ്. അവർക്ക് എന്നെയും കാണാൻ പറ്റണില്ല. ചില ആൾക്കാർക്ക് എന്നെ കാണാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ എൻക്വയർ ചെയ്തിട്ട് വരാം. ഓക്കെ, എന്തോ? ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ എൻക്വയർ ചെയ്തിട്ട് വരാം. ഓക്കെ. ഇൻഫ്ലുവൻസർ അല്ല, നോർമൽ ആണ്. രണ്ട് സെപ്പറേറ്റ് വേൾഡ് ആണ്. അല്ലടാ, അങ്ങനെയാണ് നിങ്ങൾ ഈ സെർവർ എന്ത് പറയണം? അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. രണ്ട് ഇൻഫ്ലുവൻസർ സെപ്പറേറ്റും. ഹലോ 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 പറഞ്ഞ ബ്രോ, എന്തുപറ്റി? ബ്രോ സിറ്റിയിൽ ആരും കാണുന്നില്ല എനിക്ക്. ഐഡി എന്ന് പറയാവോ? എനിക്ക് ഞാൻ ലോഡാവുന്നേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുക. അല്ല ബ്രോ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഇൻഫ്ലുവൻസർ നോർമൽ എന്ന് പറയണത്, ഈ ഇൻഫ്ലുവൻസർ ക്ലിക്ക് ചെയ്ത ഈ സ്ട്രീമേഴ്സ് ആയിട്ടുള്ളവർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സിറ്റി? അല്ല അങ്ങനല്ല. ഇൻഫ്ലുവൻസർ അങ്ങനെയൊന്നുമില്ല. ബട്ട് ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ കയറും. മീൻസ് അവർക്ക് പ്രയോറിറ്റി കൂടും. ഓക്കെ. അപ്പൊ ഈ നോർമൽ ആൾക്കാർക്കും ഇൻഫ്ലുവൻസർ ഒന്നും സെലക്ട് ചെയ്താൽ പോരെ? ഇല്ല, അവർക്ക് അങ്ങനെ ഓപ്ഷൻ കാണിക്കൂലേ. അവർക്ക് ലൈവില് സൗണ്ട് കേൾക്കൂ. ഓ, കേക്കും. ലോഡായി. ഓൾ ഗുഡ്. അന്ന് ലൈവില് സൗണ്ട് ഓഫ് ചെയ്യണേ. ഒന്ന് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്യണോ? ഇവിടെ വരുമ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞതാ. ഓക്കെ. അല്ല, ഇപ്പൊ ലോഡായി. ഐഡി പറഞ്ഞ ID എന്റെ 460. ഹലോ, ഇപ്പൊ കാണാം എന്റെ. കാണാം. ഇവിടെ കൊറേ പേരുണ്ട്. ഇവിടെ 2 നേരൊക്കെ എല്ലാരും കാണാം. ഇപ്പൊ ഒരാൾ ഇവിടെ നടന്നു വരുന്നു. ഇവിടെ ഒരു കുതിര. ഓക്കെ, എല്ലാം കാണാം. എല്ലാം ഓൾ ഗുഡ്. താങ്ക് യു. എന്നെ ഒന്ന് ഡിസ്കണക്ട് അടിച്ചേക്കണേ. ഓ ശരി. ഓക്കെ. ഈ കുതിരയാണ് മാൻഡ്രേക്ക്. ഇതെന്റെ അടുത്ത് വന്നതിന്റെ അന്ന് തൊട്ട് എന്റെ കുണം തെറ്റിയിരിക്കണം, മനസ്സിലായ? ഇതിന് ഏതെങ്കിലും വെള്ളത്തിൽ ആൾക്കാർ കാണും. നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ പെറ്റില്ല പറയാം. മോനെ ഇതിന്റെ ഒരു വന്നേ. പേടിക്കണ്ടറാ, ചാടിക്കിടക്ക്. ഒന്നുമില്ല, ഞാൻ കൂടണ്ടേ. വാ. PL ഉള്ള ഒരു കുതിരയും ഇതിനെ മേടിച്ച സമയത്ത് കോൾ മുച്ചിറി, നീയൊക്കെ നമ്പർ എൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അവര് ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഇങ്ങനെ ഈ ചാറ്റ്. നിങ്ങൾ എന്താ ഇങ്ങനെ മയിര്? നിങ്ങളൊക്കെ എത്ര നാളാണ് RP കളിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളെന്താ ഇങ്ങനെ? മുച്ചിറിയുടെ നമ്പർ മേടിച്ച് ഞാൻ നേരെ ഇപ്പൊ മെറ്റടിച്ച് വെളിയിൽ പോയി മേടിക്കണം. സഹോദരി, കുതിര തരാൻ പറ്റില്ല, അതുകൊണ്ടാ. സോറി. കോച്ച്, ഒരു മിനിറ്റ്. ഇപ്പൊ വരാം. വെയിറ്റ്. കൊറേ ആൾക്കാർ ഞാൻ മുച്ചിരെ വിളിക്കണ.
ഞാൻ പറയൊക്കെ നോക്കും കേട്ടാ ഇനി കമന്റില് ഒരു കുണ്ണേ നോക്കൂല പിന്നെ ഞാൻ ഇഷ്ടമല്ലോ കളിക്കുന്നത് സഹോദര ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാവേ ആരൊക്കെയാണ് എന്റെ കൂടെ വരുന്നേ എന്നാ പിന്നെ ഡിസ്കോഡ് ചെയ്ത് സംസാരിച്ചപ്പോ സത്യം ഇതിന്ന് ഇറങ്ങാനൊന്നും പറ്റണല്ലടാ എന്താ സുഹൃത്തെ എനിക്ക് വിളിച്ചിട്ടില്ലേ ഇല്ല നന്ദുകുട്ടി ആ നന്ദുക്കുട്ടാ ഹായ് എനിക്കിതിൽ കയറണം കുതിര കയറാൻ പറ്റില്ല അത് കമ്പാനി മേടിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂ. നീ വേണേ കുതിരയും കൊണ്ടൊരു റൗണ്ട് പോയിട്ട് വരാ ഇതെങ്ങനെയാ കേറുക? കണ്ണു വെച്ച് കയറിയാ മതി പറ്റുന്നില്ല. നടത്തിക്കിട്ടൊക്കെ വാ കുതിര ചില നടന്നൊക്കെ പോവും ഞാൻ ഇതുവരെ ഇവിടെ നിന്നോളാം അല്ല ഇത് പറ്റുന്നില്ല. അല്ലയോ നന്ദക്കുട്ടൻ്റെ എന്റെ നമ്പർ നീ പെണ്ണ് എന്തിനു ജീവിച്ചിരിക്കണത് ഞാനൊക്കെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ആ അത് കേറാൻ പറ്റൂല ഞാൻ എന്നാ പോയിട്ട് വരാം നന്ദക്കുട്ട കുറച്ച് പണിയുണ്ടേ ആ നമ്പർ ഞാൻ ഇന്ന് മാറൂടാ ഇന്ന് രാത്രി നമ്പർ മാറും 3333 തന്നെയാണ് പോയിട്ട് വരാം എടാ അപ്പൊ ഇതിൽ ഒരു വട്ടം വീഡിയോ ഒക്കെ കിട്ടി കാറൊക്കെ ഇടിച്ചു വീണ് കഴിഞ്ഞാ ഇതാ ഹലോ യെസ് കോച്ച് ചെൽ என்னோட புது ஹேர் ஸ்டைல் அவட சுனாமி வந்ததுனால ഈ ഹെയർ സ്റ്റൈൽ കൊള്ളാമോ? നല്ല രസമുണ്ട് പണ്ട് ഇപ്പോഴായിട്ട് വലിയ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല നിങ്ങളെ പിന്നെ എല്ലാരും കണ്ടു തുടങ്ങിയതല്ലേ ഉള്ളൂ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ஓகே 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 சுனாமி வந்து கொஞ்சம் மடியில பட்டு ഉപ്പ് പട്ട് പോയല്ല. അത് കുഴപ്പമില്ല കോച്ച് നമ്മുടെ റേഡിയോ കേറാണ് കേറി റേഡിയോയിലുണ്ട് റേഡിയോയുടെ ഇത് എവിടെ എടാ ഞാൻ ഇവിടെ ഉണ്ട് മുതുകില് ബാലന്റെ അച്ഛനാ മുതുക്കിലല്ല ഞാൻ ഇവിടെ 7000 അവിടെ നിന്റെ മുടി കിട്ടിയ തിരിച്ച് ആ നിന്റെ മുടി ഉണ്ടായിരുന്നല്ലേ നിന്റെ മുടി ഉണ്ടായിരുന്നല്ലേ ആശിന്റെ മുടിയല്ലേ കിട്ടാത്തത് എന്റെ മുടിയോ കിട്ടിയിട്ടില്ല അതിനാലാണ് ഈ മുടി ഇട്ട് എനിക്കും പിന്നെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നമ്മള് ഡിഫോൾട്ട് കളിക്കുന്ന ആൾക്കാരാണ് അത് വേണ്ട ഇങ്ങനെ നോക്കിയാ മതി വാ ഇതാരാ ഹലോ ഇതാരാ എന്റെ പേര് ഏരീസ് ഹായ്ടാ ഹായ് വസണ്ണനാണോ? ഓ അതെ ഡ്രസ് വളരെ ട്രെൻഡി ആയില്ലോ. താങ്ക് യു ഇന്ന് ഗ്യാങ് ഡ്രസ്സിൽ കണ്ടത്തെ പെട്ടെന്ന് ഇതിന്ന് കണ്ടപ്പോ പണ്ടേ നമ്മള് കുറച്ച് ട്രെൻഡി സാധനങ്ങളൊക്കെ നമ്മളാണ് കൊണ്ടുവരാറുള്ളത് പിന്നെ കുറച്ചാൾ ഗ്യാങ് ഡ്രസ് ഇട്ട് നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് നടക്കണം. എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കണം കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. സുന്ദരനായിട്ടുണ്ട്. ഓടാ പോയിട്ട് വരാം എന്ന ലുക്ക് ഇത് തമിഴ് വില്ലന്റെ പോലെ. ഹലോ കുട്ടി അതെന്തോ ടാക്സി ആണോ? അല്ലല്ലേ എന്നാലും വണ്ടി കോച്ച് കേറ്. അതെ ഞാൻ വിളിച്ച ടാക്സി ആയിരുന്നു. അപ്പുകുട്ടൻ ഡിക്കി കേറ്. ഡിക്കിയിലോ? ഹലോ ഡിക്കി കയറാൻ പറ്റുമോ? ഹലോ പിന്നെ കേറിക്കോ. ആ ഹലോ റോങ് നമ്പർ മുതുക്ക് 100 മീറ്റർ ജസ്റ്റ് പുറകിലോട്ട് എടാ പുറകിലോട്ട് ചുമ്മാ നടന്ന മുതുക്കെത്തും. നടക്കണ്ടേ നടന്നാല് ആരോഗ്യമൊക്കെ കുറയത്തില്ല. എല്ലാ കാര്യവും നിനക്ക് ഇതുപോലെ മടിയാണെങ്കിൽ ശരിയാവൂല കേട്ടാ.
എന്നാലും ഒരു ഇത് എടാ പോതാ അങ്ങോട്ട് നടന്നാ ഞങ്ങക്ക് സാൻഡി വരെ എത്തണം മോളെ. ഒന്ന് പെട്ടെന്ന് വണ്ടി എടുത്തേ. എന്നാ ഓക്കെ. ഇതിലേ പോണോ ഇപ്പുറത്തോടെ പോണോ? നേരെ പോയത്. കുറച്ച് ഫുഡും വെള്ളമുണ്ട് തരണേ. വേണം പാടാ. എന്റെ സ്റ്റാർട്ടർ പാക്ക് പോയി. ഗുഡ്. ഹലോ, എന്നോടാണോ? അതെ കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ദർശന ലക്ഷ്മി. ദർശന. അയ്യോ ഒന്ന് നിർത്തൂ ദർശന, ഒന്ന് നിർത്തൂ ദർശന. വണ്ടി ഒന്ന് നിർത്തൂ. ഒരു അഡ്മിൻ ആരോ വന്നായിരുന്നു. അതെ ഞാൻ ഹെൽപ്പ്. ഫയർ ഗോഡ്. ഹലോ. ഓക്കെടുത്ത് വെടിവെച്ചിട്ടാലോ. ഫയർ ഗോഡെന്നല്ലേ പറഞ്ഞത്. വണ്ടി ഇട്ടാ പോരെ. ക്ലെയിം വരുന്നില്ല. കൂപ്പൺ എന്റെ കയ്യിൽ ഞാൻ ഇപ്പൊ സാധനം തരാം. ഇല്ല ഞാൻ എത്തില്ല, പുള്ളി എത്തുള്ളൂ. അപ്പൊ കൂടെ ഒന്ന് ബാക്കിലിരുന്നേ ഇറങ്ങി. എന്റെ ഡ്രൈവർ സുഖമായ എപ്പടി പോത്. ദർശന വണ്ടി ഒന്ന് സൈഡിലോട്ട് ഒതുക്കുക ദർശന. പിന്നാടി വന്നല്ല അത് പോന്നു. കണ്ണാടി എവിടെ? എന്താ സുഹൃത്തെ? ഇറങ്ങി പോകുന്നു. എന്താ ടാക്സി? നമ്മള് ടാക്സി ഓടുമായിരുന്നു. വണ്ടിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല. ഈ സെയിം പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നേ. എന്നെ കാണുന്നില്ല. കുറച്ചേരം ഞാൻ ദൈവം കാണുന്നുണ്ട്. പകുതി ഇത് എവിടുന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്? റെഡിയായോ? ഹലോ. ഓ എന്നെ റെഡി. എന്തോ റെഡിയായോ? ആരെങ്കിലും വണ്ടി ഇടിച്ച് തരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലല്ല ഗൈസ്. ഇപ്പൊ ഈ റാൻഡോ ആർപി എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഭയങ്കര സീനാണ്, മനസ്സിലായ? അതായത് റാൻഡോ ഒരാളോട് സംസാരിക്കാൻ നമ്മളൊരു ഏരിയ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതാണ് അവസ്ഥ. ഇതിപ്പോ പണ്ടത്തെ പോലെ അല്ല. പിന്നെ ഇങ്ങനെ വരല്ലേന്ന് പറയടാ. ഞാൻ എങ്ങനെ പറയണോടാ? ഞാൻ എന്ത് പറയണ്ടേ? ഇതൊക്കെ ഞാൻ അത് പറയാം, എനിക്കത് പറയാൻ ഒരിക്കലും പറ്റൂല. ഒരു മിനിറ്റ് ഒന്ന് വരാമോ? ഞാൻ കേറിയില്ല. പറഞ്ഞോ. വാസണ്ണ ചെറിയൊരു ഓസി പറയുന്നൊന്നും വിചാരിക്കരുത്. പറഞ്ഞോ. ഓക്കെ, സിറ്റിയിലെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ പറഞ്ഞോ. സിറ്റിയിലെ കാര്യമല്ല, പുറത്തെ കാര്യ. അതാ പറഞ്ഞ സിറ്റിയിലെ കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറഞ്ഞു. ഓക്കെ, എന്റെ പേര് രജനീഷ്. ഞാൻ മെസ്സേജ് ഇട്ടിട്ട് അയക്കുന്നതാണ് ചേട്ടന്. ഓക്കെ, അപ്പൊ ഇപ്പൊ പുതുതായിട്ട് സിറ്റിയിലേക്ക് വന്നതാണ്. വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ ഇടക്കിടക്ക് നിങ്ങളെ ഗ്യാങ് ഹൗസിൽ വന്നിട്ട് അങ്ങ് ഏൽപ്പിച്ചോളാം. ഓക്കെ 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 ശരി. ഞാനിവിടെ വന്നത് ആ കാര്യങ്ങള്. ഓക്കെ 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 സെറ്റ് കാണാം. ശരി, ഓക്കെ 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 ഓക്കെ. പറഞ്ഞോ. നമ്മള് ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടത്. ഇതാരാണ്? പേരെന്താ? എന്റെ ഒരു കുര്യാച്ചൻ. ഒരു സമയത്ത് എന്നെ വന്ന സമയത്ത് സഹായിച്ചിട്ടുണ്ട്. ആണോ? പിന്നെ അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. കുഴപ്പമില്ല, മറന്നു കാണുന്ന എനിക്കറിയാം. പക്ഷെ ഞാൻ കണ്ട വാസന അങ്ങനെ അല്ലായിരുന്നു. നമ്മള് ജസ്റ്റ് ഒന്ന് ട്രെൻഡി ആയിട്ട് ഡ്രസ് ഇട്ടേ ഉള്ളൂ. ഡ്രസ്സല്ല വാസന, മുഖത്തിൽ നിന്ന് പറ്റി. ഞാൻ ഇപ്പൊ എനിക്കൊരു ചെറിയൊരു സർജറി ഉണ്ട്. ദർശന വണ്ടി എടുക്കൂ. ഒരു കുഴപ്പമില്ല, നമ്മള് പോയിട്ട് വരാം. ദർശന ബോണറ്റ് നടക്കുവോ? അത് ഒഫൻസീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞ വല്ലതും കൂടി പോകും. അതാണ് എന്റെ പേടി. F6 F7 ആയിട്ടാണ് തോന്നുന്നത്. മുച്ചിരി മോനെ എവിടെ ഉണ്ട്? 2025 ഒന്ന് പോവോ ദർശന? ഞാൻ മാർക്ക് ചെയ്തോണ്ട് ദർശനം വിട്ടോളൂ. എങ്ങോട്ടായാലും വിട്ടോളൂ. ഇതെവിടെ എത്തത്തില്ല എന്തായാലും. അതെന്താ?
പെട്രോൾ ഇല്ലല്ലോ വണ്ടിയില്. പെട്രോളൊക്കെ ആവശ്യത്തിനുണ്ട്. ദർശന ദർശനം ഒതുക്കി. എന്റെ കയ്യിൽ ക്യാനുണ്ട്. ഞാൻ ഓടിച്ചോളാം ദർശന. ഞാൻ ഓ താങ്ക് യു. അല്ലാതെ നമ്മള് ഡ്രൈവർ ആക്കാൻ ഉദ്ദേശിക്കുന്ന കേട്ടാ. ഇല്ല കുഴപ്പമില്ല. ദർശനക്ക് അതൊരു ബുദ്ധിമുട്ട്. ദർശന ഫ്രണ്ടിലിരുന്നോ? നീ അങ്ങ് ഇറങ്ങ. അപ്പോട്ടെ ഇനി അങ്ങ് ഇറങ്ങ. ദർശന ഞാനല്ല ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനല്ല ഇത് ചെയ്യുന്നത്. ഞാൻ സീറ്റ് മാറാ. കോച്ച് നിങ്ങൾ എന്തിനാ ഈ ഫ്രണ്ട് കേറിയിരുന്നേ? കൂടെ ഉള്ളവർ ദർശന ഫ്രണ്ടിലിരുന്നോ ദർശന. അതെന്ത് എനിക്ക് ഇറങ്ങാൻ? ഓ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. വെറുതെ അല്ലേ ഇറങ്ങാൻ പറ്റാത്തത്. എടാ നീ എന്തിനാ ഡിക്കി പോയി? ആയി അടച്ചേക്ക്. ഡിക്കിക്ക് പുറത്തിരിക്കണ. ഓ പണ്ടാരം പിടിച്ച സീറ്റ് ബെൽറ്റ്. നമ്മളെ വീട് പോയല്ല. എടാ ഞാൻ ഇവിടെ വന്നോണ്ടിരിക്കും മുച്ചറി. ബസ് എടുത്ത് പോവാ. അതാകുമ്പോ എല്ലാരും കേറ്റാ. നാളെ അവിടെ എത്താനാ. ദർശനം എന്ത് ചെയ്യുന്നു? സിറ്റിയിൽ വന്ന് ഇങ്ങനെ നടക്കുന്നു. ആണല്ലേ? ഇത് ഇടിച്ചു പൊട്ടിക്കാൻ പറ്റില്ലല്ലോ ഒരു തരത്തിലും. പറ്റില്ല. ഇവിടെ ടോൾ കൊടുത്തേ പോകാൻ പറ്റുള്ളൂടാ. വണ്ടി ഒടിയിരി വണ്ടി. ദർശനം വേണേ ടോൾ ചെയ്യേണ്ടി ഞാൻ വണ്ടി എടുത്തോളാം. എന്റെ പൈസ ഇല്ല. എന്തൊരു ആത്മാർത്ഥ കുട്ടി. നമ്മളവിടുത്തെ കോടീശ്വരന്മാരാ അറിയത്തില്ല. ഒരു ഞാൻ കൊടുത്തു ടോളൊക്കെ കൊടുത്തു. 5000 വാരി എറിഞ്ഞു. കുഴപ്പമില്ല. ടോളല്ലേ. മുടി പറിച്ചെറിയണ്ട പോലെ. ദർശനക്ക് അപ്പൊ ജോലിയൊന്നുമില്ല? ജോലിയൊന്നുമില്ല. ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. വന്ന് സിറ്റിയൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വരുന്നതേ ഉള്ളൂ. എത്ര നാളായി നടക്കലേ? ജോലിയാണല്ലോ. സിറ്റി വന്നതേ ഉള്ളൂ. കുറച്ച് ദിവസമേ ഉള്ളൂ. ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഫീൽ ചെയ്തോട്ടെ ദർശന. ദർശന സീറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പെട്രോള് ബഗ്ഗാവും. അയ്യോ ദർശന മാറിക്കോ. അത് ക്യാൻസലും ആയി. എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നു? ഇത് എന്തോ ഞെക്കണ്ട, കൊടുത്താ മതി. വാ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഞാൻ അടിക്കണോ പെട്രോള്? ഇല്ല ഇതൊക്കെ പൂ പറിക്കുന്ന പോലെ. അണ്ണാര് വണ്ടി ടാക്സി ഡ്രൈവ് അല്ല, വണ്ടി ഓടിക്കാൻ എന്ത് എവിടെത്തും വന്നോണ്ട് നിന്നോണ്ട്. എടാ നിന്നോട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ. ഇവനെ ആരെങ്കിലും ആരിലും എന്തേലും പറഞ്ഞു മനസ്സിലാക്കടാ. ഞാൻ എസ്സിലുണ്ട്. എസ്സില് ഡി അങ്ങ് അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് നടന്നതിന്റെ. എന്നാ ഡി തന്നെ നിൽക്കാം. അങ്ങോട്ട് വരാം. അനങ്ങല്ല, അവിടെ തന്നെ അടിക്കുവേ. ഡി നേരെ ഓപ്പോസിറ്റ്. ഇത് പിങ്ങുണ്ട് 105. PL ഇല്ല. 80 48 46 45. ദർശനക്ക് എത്ര PL ഉണ്ട്? 5. ദർശന എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല ഏട്ടാര്. ഞാൻ നല്ലൊരു ചെറുക്കനാണ്. അപ്പോൾ പറഞ്ഞോട്. അപ്പൊ കൊണ്ട് എന്റെ ഫ്രണ്ടാണ്. അവൻ നല്ലതാന്ന് പൊക്കി പറയാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് പൊക്കി പറയുന്ന ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ പൊക്കി പറയുന്നില്ല.
അയ്യേ ഇങ്ങനെ ഒരു ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറയിക്കുന്നവരെ തന്നെ നമുക്ക് എന്തൊരു നെഗറ്റീവ് ഇംപ്രഷൻ അല്ലേ ദർശന? കഷ്ടം തന്നെ. അല്ല എന്നാലും പാവം ഫണ്ടല്ലേ. എനിക്ക് ഈ ആൾക്കാർ ഇങ്ങനെ ഈ പറഞ്ഞ് പറയിപ്പിക്കുന്ന പൊങ്ങച്ചം പറയണവരെ കേൾക്കുമ്പോഴേ കാർക്കിച്ച് തുപ്പാൻ തോന്നും. ദർശന ഇപ്പൊ സിറ്റിയില് വന്നിട്ട് ഇപ്പൊ എത്ര ദിവസം? 2 ദിവസം അല്ലേ? കുറച്ച് ദിവസമേ 1 വീക്ക് ആയില്ല. 1 വീക്ക് ആയില്ലേ? ഓക്കെ ഓക്കെ. ദർശന സിംഗിൾ അല്ലേ? ഓ അതെ. സത്യം. ഇപ്പൊ മനസ്സിലായില്ലടാ ബെസ്റ്റ് ബോയ് നിനക്ക് സിംഗിൾ ആണെന്ന്? ചുമ്മാ അവിടെ കിടന്ന് തർക്കിക്കണേ. ഞങ്ങള് അവിടെ വണ്ടി നിർത്തിയ സമയത്ത് ഈ മെസ് ബോയ് അവിടെ തർക്കിക്കണായിരുന്നു. ദർശന കമ്മിറ്റഡ് ആണ്, ദർശനയുടെ കല്യാണം കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയണേ. എന്നോട് ചോദിച്ചപ്പോ ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, അതുകൊണ്ടല്ലേ ഞാൻ നേരിട്ട് മുഖത്തൊക്കെ ചോദിച്ചത്. ഞാൻ റൂമർ കേട്ടോണ്ട് ചോദിച്ചതാ. ഡബിൾ ടാക്സിയില് റിപ്പർ വാസു ഏത് പറയല്ലേ നമ്മള് റിപ്രവാസിന്റെ ആളാണ്. അവിടെ ഇളകാണ്ടിക്കുന്നു. അനങ്ങല്ലെന്ന് പറഞ്ഞോണ്ടായിരിക്കും. ഹലോ ടാക്സിയില് അവനാരെങ്കിലും എടുക്ക്. തലയിൽ എന്താ കൊമ്പ? മുഖത്ത് എന്താ വൈറ്റ് വാഷ് അടിച്ചാ? കൊച്ചി സിറ്റി ഫുള്ള് മൊത്തത്തിൽ കളറായി നോക്ക്. പിങ്കിച്ചില്ലേ ഒന്ന്? പക്ഷെ ചിലയിടത്തൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ചിലയിടത്ത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് ആയി പോയി. എല്ലാരും എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ? സത്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിങ്കിച്ചെന്ന് പറഞ്ഞപ്പോ ആർക്കും താല്പര്യം ഇല്ലാണ്ടിരിക്കലോ. കുട്ടി പറ. ഞാൻ ചില ഇൻട്രോട്ട് ആണ്. ഞാൻ ദർശന. ദർശന പറഞ്ഞു അടുത്തിട്ടുള്ള അണ്ണ വെട്ടിക്ക് മതിലിയാട്. മതിൽ അണ്ടി ചാടി 5000 വീണ്ടും. എന്റെ 5000 പോയടിയാ. നിങ്ങളെല്ലാരും പോയോ? ഷെയർ ഇട്ടിട്ടാണോ കൊണ്ടുവന്ന്? അല്ലടാ നീ ഇങ്ങനെ കെടുന്നിട്ടല്ലേ പാസ്സായത്, മനസ്സിലായോ? നമ്മളെല്ലാം ഇരുന്നിട്ടല്ലേ കഥ. വീണ്ടും 5000 പോവും. അങ്ങോട്ട് പോവല്ലേ? വീണ്ടും 5000 പോവേ. നിറച്ച ആള് വരുന്നു. മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലേ? മാർക്കില്ല. ഇതെങ്ങനെ ഇതടിക്കണേ? പോസ്റ്റൽ അടിക്കണേ? എന്താ? ഹലോ അടങ്ങിയിരടാ. എടാ ഇത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പുതിയ മാപ്പിന്റെ പുതിയ സ്റ്റൈലില്ലേ, അവിടെ മാർക്ക് ചെയ്തേ. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഹലോ എടാ ഇല്ലടാ മയിര് സിറ്റി അടിച്ചു പോവാടാ. പ്രാന്ത്. ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഫിറ്റ് ശരിയാവാ എന്ത് ചെയ്യാനും 2 ദിവസം എടുക്കൂടാ അവരുടെ. ഇത് ഡിഡോസിന്റെ അല്ലെന്ന് തോന്നുന്നു, റിസോഴ്സ് ഡൗൺലോഡ് ആവുന്നതിന്റെ എന്തോ ആണ്. ഒന്നും ചെയ്യാനില്ല. 629 571 MS വീറ്റ് മതിയായിരുന്നല്ലേ? അല്ലടാ അവർക്കത് ഇത് ചെയ്തേ പറ്റൂടാ. കാരണം കുറെ സെർവറിൽ കുറെ ഡേറ്റ ഒക്കെ ആയി, മനസ്സിലായോ? മുംബൈ സിറ്റിക്ക് ഒരു മാറ്റില്ല ബ്രോ. നിങ്ങളൊന്നും വിചാരിക്കണ പോലെ ഗൈസ് ഇങ്ങനെ വെറുതെ പറയല്ലേ ഗൈസ്. സത്യം പറയാമല്ലോ, നിങ്ങൾ ഈവൻ
കളിക്കുന്ന നമുക്ക് സ്ട്രീം ചെയ്യുന്ന നമുക്കും നല്ല ഡിസ്റ്റർബൻസാണ്. ശരിയാ, അത് ഭയങ്കര ആയിട്ടുള്ളൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരൊരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഇതൊരു സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ ഇതുണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ ഇതൊന്ന് ഒപ്റ്റിമൈസ് ആയി വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. മനസ്സിലായോ? അതാണ് പ്രശ്നം.